അപ്പോ ഇവിടെ 25ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് എ ഷോപ്പ് കീപ്പർ മാർക്സ് ദി പ്രൈസ് ഓഫ് എ ഗുഡ്സ് 50% മോർ ദാൻ ദി കോസ്റ്റ് പ്രൈസ്. ഓക്കെ, 50% കോസ്റ്റ് പ്രൈസിനെ കാട്ടിയും കൂടുതലായിട്ടാണ് ഈ ഒരു ഷോപ്പ് കീപ്പർ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന്. ആൻഡ് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 40%. വിൽക്കുന്ന സമയത്തിന് 40% ഡിസ്കൗണ്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കടക്കാരന്റെ ഗെയിൻ അല്ലെന്നുണ്ടെങ്കിൽ ലോസ് പെർസെന്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ബി ലെറ്റ് വി ടേക്ക് ഇറ്റ് ആസ് 100. ഓക്കെ, 100 ആയിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് എടുത്തു കഴിഞ്ഞാല് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് മാർക്ക്ഡ് പ്രൈസ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് 50% മോർ ദാൻ ദി എന്താ പറയുക ഈ ഒരു കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം 50% കോസ്റ്റ് പ്രൈസിനെ കാട്ടിയും കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഓക്കെ, അപ്പൊ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? എന്തായാലും ഈ ഒരു 100 റുപ്പീസ് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ 50% കൂടുതലാണെന്നും പറയുന്നുണ്ട്. 50 ഡിവൈഡഡ് ബൈ 100 ഓഫ് ഈ ഒരു 100ന്റെ 50% കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എത്ര രൂപയാവും? 150 രൂപയാവും. ഓക്കെ, 150 രൂപയ്ക്കായിരിക്കും സെല് ചെയ്യണമെന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ 40%, ഈ 150 രൂപയുടെ 40% ഡിസ്കൗണ്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. 40% ഡിസ്കൗണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ 40% എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 150യുടെ 40% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം 40/100 ഓഫ് 150. ഓക്കെ, അതാണ് ഈ ഒരു 40% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ക്യാൻസൽ ആയി പോകും, ഇത് ക്യാൻസൽ ആയി പോയി. അവസാനം നമുക്ക് ഫൈനൽ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാല് 60 റുപ്പീസ് ആണ്. ഓക്കെ, ഇപ്പൊ 60 റുപ്പീസ് ആണ് ഈ ഒരു നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പോ നമുക്ക് 150 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ 50% നമ്മൾ കൂട്ടിയിട്ട് വിറ്റത്. ഓക്കെ, അപ്പൊ 150ൽ നിന്ന് ഈ ഒരു 60 കുറച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എത്ര രൂപയ്ക്കാണ് കൊടുക്കണേ എന്നുള്ള പ്രൈസ് നമുക്ക് കിട്ടത്തില്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിയ പ്രൈസിന്റെ 50% കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 150 ആയി. അതുപോലെ തന്നെ നമ്മൾ 40% ഡിസ്കൗണ്ട് കൊടുത്തു. 40% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴത്തേക്കും 40% ഈ ഒരു 150ന്റെ 40% എന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 150 60 പോയി കഴിഞ്ഞാൽ 90 ആണ്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ആയ പ്രൈസ് എന്ന് പറഞ്ഞാല് മേടിക്കാനായ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയായിരുന്നു ആദ്യം. നമുക്ക് ഇത് സെല് ചെയ്തപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ 90 രൂപയാണ്. അപ്പൊ എത്ര രൂപയായിരിക്കും, എത്ര പെർസെന്റേജ് ആയിരിക്കും ലോസ് എന്ന് പറഞ്ഞാൽ? ലോസ് ആയിരിക്കില്ലേ? കാരണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് മേടിച്ച് 90 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും ലോസ്? ഓക്കെ, 10% ആണ് ആൻസർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ഷോപ്പ് കീപ്പർ. ഓക്കെ, ആ ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ കടയിൽ വിൽക്കുന്ന ഒരു സാധനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് 50% കൂട്ടിയാണ് വിറ്റത്. അതായത് അപ്പം 50% കൂട്ടിയാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്കാണോ ആ ഒരു കടക്കാരൻ ആ ഒരു സാധനം വാങ്ങിച്ചത് അതിന്റെ 50% കൂട്ടിയാണ് വിൽക്കുന്നത്. അപ്പൊ അത് മേടിച്ച പൈസ 100 രൂപയ്ക്കാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ കൂടെ 50% കൂടെ കൂട്ടിയാണ് വിൽക്കുന്നത്. അതായത് 150 രൂപയ്ക്ക്. ഓക്കെ, 150 രൂപയ്ക്കാണ് സെല് ചെയ്യണേന്ന് പറഞ്ഞാൽ. അപ്പൊ 150 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ 150 രൂപയ്ക്ക് വിൽക്കുന്നതിൽ തന്നെ 40% ഡിസ്കൗണ്ട് ഇട്ടാണ് കൊടുത്തത്. അപ്പൊ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയായിരിക്കും? 40 ഡിവൈഡഡ് ബൈ 100 ഓഫ് 150 ആയിരിക്കും ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ 60 രൂപ കുറച്ചാണ് കൊടുത്തത്. 150ൽ നിന്ന് 60 കുറച്ചായിരിക്കും കൊടുത്തത്. അപ്പൊ 90 രൂപയ്ക്കാണ് ആ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്തത്. ഈ സെല് ചെയ്തെന്ന് പറഞ്ഞാൽ 90 രൂപയ്ക്കാണ് സെല് ചെയ്തത്. അപ്പൊ നമുക്കിവിടെ മേടിച്ച ആ ഒരു കടക്കാരൻ മേടിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. സെല് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 90 രൂപയാണ്. അപ്പൊ അവിടെ ഒരു ലോസ് ആണ് വന്നത്. 100 രൂപയ്ക്ക് മേടിച്ച് 90 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10 രൂപയുടെ ലോസ് ആണ് വന്നത്. ഇവിടെ 100 ആയിട്ട് എടുത്തോണ്ട് തന്നെ നമുക്ക് അത് പറയാൻ പറ്റും 10% ആണ് ലോസ്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ സെൽ ഹിസ് ഗുഡ്സ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഓക്കെ, 10% ഡിസ്കൗണ്ടില് ആ ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ കടയിലുള്ള സാധനങ്ങൾ വിറ്റു ഓൺ ദി മാർക്ക്ഡ് പ്രൈസ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ടില് ആ ഒരു കടക്കാരൻ ആ കടയിലുള്ള സാധനങ്ങൾ വിറ്റു. ഓക്കെ, വാട്ട് പ്രൈസ് ഷുഡ് ഹി മാർക്ക് ഓൺ ദി ആർട്ടിക്കിൾ?
അപ്പോൾ ആർട്ടിക്കിൾ ആണ് വിറ്റത്. ഈ ഒരു ആർട്ടിക്കിളിൽ എത്ര രൂപ മാർക്ക് ചെയ്യണം? ദാറ്റ് കോസ്റ്റ് ഹിം അറൌണ്ട് 900 ടു ഗെയിൻ 10%. ഓക്കെ, അത് ഈ ഒരു ആർട്ടിക്കിൾ ആ ഒരു കടക്കാരന് മേടിക്കാൻ 900 രൂപ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൽ എത്ര രൂപ മാർക്ക് ചെയ്താലാണ് 10% ഡിസ്കൗണ്ട് കിട്ടണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ ഷോപ്പ് കീപ്പർ സെൽ ഹിസ് ഗുഡ്സ് ഓക്കെ അറ്റ് 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ടിൽ ആ ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ കടയിലുള്ള ഒരു ആർട്ടിക്കിള് 900 രൂപയ്ക്ക് മേടിച്ച ഒരു ആർട്ടിക്കിള് 10% ഡിസ്കൗണ്ടിൽ വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടായിരിക്കണം 10% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട്? ഓക്കെ, അപ്പം നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് നമുക്കിവിടെ അറിയാം 900 രൂപയാണെന്നുള്ളത്. ഓക്കെ, ആ ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 900 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 900 റുപ്പീസ്. അപ്പം മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല മാർക്ക്ഡ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് ആ പുള്ളിക്കാരൻ ബാക്കിയുള്ള ആൾക്കാർക്ക് വിൽക്കുന്നതെന്നുള്ളത്. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 900 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മാർക്ക്ഡ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഒന്നാണ് കേട്ടോ. മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ ഒരു പ്രിന്റഡ് പ്രൈസ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ഇതാണ്. മാർക്ക്ഡ് പ്രൈസ് അല്ലെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എല്ലാം സെയിം ആണ്. അപ്പൊ അതിനെ എക്സ് റുപ്പീസ് ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, എക്സ് റുപ്പീസ് ആയിട്ടാണ് നമ്മൾ അതിനെ മാർക്ക്ഡ് പ്രൈസിനെ എടുത്തത്. അപ്പൊ നമുക്ക് ഒരു ഫോർമുല അറിയാം. ഫോർമുല എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പ്രോഫിറ്റ് എത്ര പെർസെന്റേജിനാണോ നമ്മൾ വിൽക്കുന്നത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്കും 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോ കോസ്റ്റ് പ്രൈസ് 900 രൂപ, മാർക്ക്ഡ് പ്രൈസ് എക്സ് റുപ്പീസ്. നമുക്ക് പ്രൈസ് അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക്ഡ് പ്രൈസ് എക്സ് റുപ്പീസ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസിൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100. ഓക്കെ, പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പം സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100. അവിടെ നിന്ന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് അറിയാം 900 ആണെന്നുള്ളത്. 900 പ്ലസ് 900 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് എന്താണ്? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരന് പ്രോഫിറ്റ് വേണ്ടതെന്ന് പറഞ്ഞാല് 10% പ്രോഫിറ്റ് ആണ് വേണ്ടത്. എ ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് 10% ഡിസ്കൗണ്ടിനാണ് വിറ്റത്. ഓക്കെ, അപ്പം 100 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 110 ഡിവൈഡഡ് ബൈ 100 ആണ് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്ര കിട്ടും? 900 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100, അത് നമുക്ക് 990 കിട്ടും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 990 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് ഫോർ ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടിന് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിരുന്നുണ്ട് 10% ഇയാൾക്ക് പ്രോഫിറ്റ് വേണം. ഓക്കെ, 10% ഈ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് 90%-നായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. ഓക്കെ, 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 90 റുപ്പീസിനായിരിക്കും വിൽക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിയത്തില്ല. ഈ ഒരു മാർക്ക്ഡ് പ്രൈസിന്റെ 90% മാത്രമേ മേടിക്കുന്നുള്ളൂ, കാരണം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് എക്സ് ഓഫ് എത്രയാണ്? 90/100 ആണ്. കാരണം എന്ന് വെച്ചാല് 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 90% മാത്രമാണ്. ഏതിന്റെ 90% ആണ്? ഈ എക്സിന്റെ മാർക്ക്ഡ് പ്രൈസിന്റെ 90% മാത്രം നമുക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു 10% ഈ പുള്ളിക്കാരന് ഡിസ്കൗണ്ട് വേണം. ഈ ഒരു 900ന്റെ ഒരു 10% ഈ പുള്ളിക്കാരന് ഡിസ്കൗണ്ട് വേണം. അതുകൊണ്ടാണ് 900 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100 ആയത്. ഓക്കെ, അപ്പം ഇത് രണ്ടും വന്നിട്ട് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 10% ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിലും ഈ പുള്ളിക്കാരന്റെ 10% പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് ഈ 10% കുറച്ചുമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ 990 will be equal to x into 90 divided by 100. ഇവിടെ നമുക്ക് x കണ്ടുപിടിച്ചൂടെ? x equal to 990 divided by 9 into 10 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു
എക്സ് കിട്ടും. എക്സ് അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 1100. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി, അതായത് മാർക്ക്ഡ് പ്രൈസ് നമുക്ക് കിട്ടി. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് 1100 ആണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ? അടുത്തതെന്ന് പറഞ്ഞാല്, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ പ്രോഡക്ട്സ് സെല് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വാട്ട് പ്രൈസ് ഷുഡ് ഹി മാർക്ക് ഓൺ ദി ആർട്ടിക്കിൾ. ആ ഒരു ആർട്ടിക്കിളിൽ എത്ര രൂപ മാർക്ക് ചെയ്ത ആ ഒരു ദാറ്റ് കോസ്റ്റ് ഹിം 900 റുപ്പീസ്. ആ ഒരു ആർട്ടിക്കിൾ മേടിച്ചത് 900 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആ ഒരു ആർട്ടിക്കിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10% അയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് 900 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. നമുക്ക് ആ മാർക്ക്ഡ് പ്രൈസ് അറിയത്തില്ല എത്ര രൂപയാണ് ആ ഒരു ആർട്ടിക്കിളില് അടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. നമുക്കൊരു ഫോർമുല അറിയാം, സെല്ലിംഗ് പ്രൈസ് മാർക്ക്ഡ് പ്രൈസ് സെയിം ആണ് കേട്ടോ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടും. സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ 900 ആണെന്ന് അറിയാം, അതുകൊണ്ട് 900 ഇൻറ്റു നമുക്ക് വേണ്ട പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10% നമുക്ക് പ്രോഫിറ്റ് വേണം, അതുകൊണ്ടാണ് 110 എന്ന് എഴുതിയത്. കാരണം 100 പ്ലസ് പ്രോഫിറ്റ് എത്രയാണ് വേണ്ടത്? 10% ആണ് പ്രോഫിറ്റ് വേണ്ടത്, അതുകൊണ്ടാണ് 110 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 990 എന്ന് കിട്ടും. അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് സെല്ലിംഗ് പ്രൈസില് ഈ ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ടെന്ന്. ഈ ഒരു 990 എന്ന് പറയുന്നത് ഡിസ്കൗണ്ടും കൂടെ കൊടുത്തിട്ടുള്ളതിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 990 ഈ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള അപ്പോ 990 എന്ന് നമുക്ക് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ മാർക്ക്ഡ് പ്രൈസിന്റെ 90% മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 10% ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 90 എടുത്തിരിക്കുന്നത്. 100% നമ്മൾ കൊടുക്കണ്ട, 90% മാത്രം കൊടുത്താൽ മതി. അത് ഇതിന് ഈക്വൽ ആണ്, ഈ 990ക്ക് ഈക്വൽ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാല് 1100 ആണ്. ഓക്കെ, അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10% ഡിസ്കൗണ്ടും വേണം, 10% ഇതിലുമാണ് കൊടുത്തിരിക്കുന്നത്. 10% ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 10% പ്രോഫിറ്റും വേണം, 10% ഡിസ്കൗണ്ട് കൊടുത്താലും ആ പുള്ളിക്കാരന് 10% ലാഭം ഉണ്ടായിരിക്കുന്ന. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 12%, ഒരു 12% ഡിസ്കൗണ്ട് അനുവദിച്ചതിന് ശേഷം ഓൺ ദി മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിളിന്റെ ഒരു മാർക്ക്ഡ് പ്രൈസിന് 12% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോ ഇത് സോൾഡ് ഫോർ ₹880, 880 രൂപയ്ക്ക് അത് വിറ്റുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ അതിന് നമ്മള് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാർക്ക്ഡ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ പറയുന്നുണ്ട് 12% കുറച്ചാണ് കൊടുത്തത്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം ബാക്കി എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും? എത്ര പെർസെന്റേജ് കൊടുക്കേണ്ടി വരും? 88% നമ്മൾ കൊടുക്കേണ്ടി വരുത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 12% നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ 100 അവിടെ നിന്ന് അപ്പൊ നമുക്ക് ഇത് വന്നിട്ട് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 800ന് 880ക്ക് ഈക്വൽ ആവും. കാരണം എന്തുകൊണ്ടാ? ഈ ഒരു 12% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോഴാണ് 880 രൂപയ്ക്ക് വിറ്റ് പോയത്. അപ്പൊ ആ ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോൾ ഉള്ള എമൗണ്ടും ഈ ഒരു 880 രൂപ ഈക്വൽ ആവണ്ടേ? ഓക്കെ, അപ്പം 88 എക്സ് ഡിവൈഡഡ് ബൈ 100 വിൽ ബി ഈക്വൽ ടു 880. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എക്സ് വിൽ ബി ഈക്വൽ ടു 880 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 88. ഓക്കെ, അപ്പൊ അത് 1000 വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു 1000 വരും. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ട്രേഡർ മാർക്സ് ഹിസ് ഗുഡ്സ് അറ്റ് 20% എബോവ് ദി കോസ്റ്റ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 20% കൂടെ കൂട്ടിയാണ് ഈ പുള്ളിക്കാരൻ അയാളുടെ സാധനം വിൽക്കുന്നത്. ആ ഒരു കടയിലുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നതെന്ന് പറഞ്ഞാല് കോസ്റ്റ് പ്രൈസിനെ കാട്ടി 20% കൂട്ടിയിട്ടാണ്. ഓക്കെ, ഇഫ് ഹി അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 5%, ഓക്കെ, 5% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ
of if he allows a discount of 5% for cash down payment. Okay, 5% ഡിസ്കൗണ്ട് ഈ ഒരാള് ഈ ഒരു പ്രോഡക്റ്റിന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫോർ സച്ച് ട്രാൻസാക്ഷൻ ഈസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫോർ സച്ച് ട്രാൻസാക്ഷൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്, റുപ്പീസ് അല്ല ഇത്. ഓക്കെ, റുപ്പീസ് അല്ല, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കോസ്റ്റ് പ്രൈസിനെ 100 ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുത്തെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്രയാണ്? 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് ഗുഡ്സ് അറ്റ് 20% എബോവ് ദി കോസ്റ്റ് പ്രൈസ് ആണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ 120 ഡിവൈഡഡ് ബൈ 100 അതായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 120 റുപ്പീസ് ആണ്. അപ്പം ഇതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എ ട്രേഡർ മാർക്സ് ഇസ് ഗുഡ്സ് അറ്റ് 20% എബോവ് കോസ്റ്റ് പ്രൈസ്. 20% എബോവ് കോസ്റ്റ് പ്രൈസ് വെച്ചപ്പോഴത്തേക്കും കിട്ടിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 120 റുപ്പീസ് ആണ്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ഹി അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഓക്കെ, 5% ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, 5% ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ എത്ര രൂപയാണ് വരുന്നത് സെല്ലിംഗ് പ്രൈസ്? 5% ഡിസ്കൗണ്ടിന് ശേഷം ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയായിരിക്കും? അപ്പൊ ഇത് ചെയ്യാൻ വേറെ ഒന്നുമില്ല, 5% ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോഴത്തേക്കും ചെയ്യാന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 100 ഓഫ് 120 എന്ന് പറഞ്ഞാല് എത്ര രൂപയായിരിക്കും? ഈ ഒരു ചെയ്യുമ്പോഴത്തേക്കും 6 റുപ്പീസ് ആയിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഡിസ്കൗണ്ട് 6 രൂപ കുറയ്ക്കും. അപ്പം അപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും? 120 മൈനസ് 6, അതായത് 114 റുപ്പീസിനായിരിക്കും ഈ ഒരു സാധനം വിൽക്കുന്നതെന്ന് പറഞ്ഞാല്. അടുത്ത് ഈ ഒരു ഡിസ്കൗണ്ടിന് ശേഷം 5% ഡിസ്കൗണ്ടിന് ശേഷം 114 രൂപയ്ക്ക് ആയിരിക്കും വിൽക്കേണ്ട സാധനം. അപ്പൊ ഇവിടെ നിന്ന് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഒന്നുമില്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും? ഈ ഒരു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്ര രൂപയാണ്? 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 ഓഫ് 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. അപ്പം 114 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 14 ഡിവൈഡഡ് ബൈ 100 ഓഫ് 100. ഓക്കെ, അപ്പൊ ഈ 100ഉം ഈ ഒരു 100 ക്യാൻസൽ ആയി പോകും. അപ്പം ബാക്കി 14 രൂപ വരും. ഓക്കെ, അപ്പം 14 രൂപയല്ല 14% വരും. ആൻസർ എന്ന് പറഞ്ഞാൽ 14% ആണ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് എ ട്രേഡർ മാർക്സ് ഹിസ് ഗുഡ്സ് അറ്റ് 20% എബോവ് ദി കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെ കാട്ടി 20% കൂട്ടിയാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് 100 ആയിട്ട് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ, 100 രൂപയായിട്ട് നമ്മൾ ആ ഒരു കോസ്റ്റ് പ്രൈസ് എടുത്തു. അപ്പൊ അതിന്റെ 20% കൂട്ടിയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയായിരിക്കും? 120 ഡിവൈഡഡ് ബൈ 100 ഓഫ് 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടും, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളത്, അതായത് 120 റുപ്പീസ്. ഓക്കെ, അതിനുശേഷം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ഹി അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഓക്കെ, 5% ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടത്? 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ 120 രൂപയുടെ 5% എന്ന് പറഞ്ഞാല് 6 രൂപയാണ്. ഓക്കെ, അപ്പൊ ഈ 6 രൂപ കുറച്ച് വേണ്ട ഈ സെല്ലിംഗ് പ്രൈസ് കൊടുക്കാൻ, ഈ 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 114 രൂപയാവും. ഓക്കെ, അതിനുശേഷം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് ചോദിക്കുന്നത്. പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്കറിയാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ ഈ ഒരു 100 വന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പം 140 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 ഓഫ് 100. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 14 ഡിവൈഡഡ് ബൈ 100 ഓഫ് 100 അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 14 എന്ന് കിട്ടും. അതാണ് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ എ ഡിസ്കൗണ്ട് ഓഫ് 40%. ഓക്കെ, എ ഡിസ്കൗണ്ട് ഓഫ് 40% ഓൺ ദി മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ ട്രൗസർ. ഓക്കെ, ഒരു ട്രൗസറിന്റെ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് 40% കുറച്ചപ്പോ, ഓക്കെ, ആ ഒരു മാർക്ക്ഡ് പ്രൈസിന്റെ 40% കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു ആ ഒരു ട്രൗസറിന്. ഓക്കെ, 40% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴത്തേക്കും അജിത്തിന് ഒരു ഷർട്ടും കൂടെ മേടിക്കാനുള്ള പൈസയായി. ഓക്കെ, വിച്ച് കോസ്റ്റ് ഹിം റുപ്പീസ്
320 രൂപ. 320 രൂപയ്ക്കുള്ള ഒരു ഷർട്ടും കൂടെ മേടിക്കാൻ പറ്റി. ഈ ഒരു ട്രൗസറിന് 40%, അതായത് മാർക്ക്ഡ് പ്രൈസിന്റെ 40% കുറച്ചപ്പോഴത്തേക്കും അജിത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് ഷർട്ടും കൂടെ മേടിക്കാൻ പറ്റി. ആ ഒരു ഷർട്ടിന്റെ വില എന്ന് പറഞ്ഞാൽ 320 രൂപയാണ്. ഓക്കെ, ഹൗ മച്ച് ഡിഡ് അജിത്ത് പേ ഫോർ ദി ട്രൗസർ? അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ട്രൗസറിന് എത്ര രൂപ അടച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അജിത്ത് എത്ര രൂപയാണ് കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അജിത്ത് പേ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, എക്സ് റുപ്പീസ് ആയിട്ട് നമ്മൾ അജിത്ത് പേ ചെയ്ത എമൗണ്ട് നമ്മൾ എടുത്തു. അതെന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? ട്രൗസറും ഷർട്ടിന്റെയും കൂടെ എമൗണ്ട് ആണ്. ഓക്കെ, ട്രൗസറും ഷർട്ടിന്റെയും കൂടെ എമൗണ്ട് ആണ് ഈ എക്സ് റുപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 40% ആകുമ്പോൾ എത്ര രൂപയായിരിക്കും? ഈ ഒരു മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിയത്തില്ല. എക്സ് റുപ്പീസ് ആണ് നമ്മൾ ഈ ഒരു അജിത്ത് എന്ന് പറയുന്ന ഒരാള് ട്രൗസറിനും ഷർട്ടിനും കൂടെ കൊടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ് എന്ന് പറഞ്ഞാല്, അതായത് ഈ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 40% എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എക്സ് 40% നമുക്ക് കൊടുക്കണം. ഓക്കെ, ഈ ഒരു 40% കുറച്ചപ്പോ, ഓക്കെ, ഈ ഒരു 40% കുറച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു 320 രൂപയ്ക്കുള്ളത് നമുക്ക് മേടിക്കാൻ പറ്റി. അതായത് സപ്പോസ് ഈ ഒരു ട്രൗസറിന്റെ എന്താ പറയാ, ഈ ഒരു ടോട്ടൽ പേ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. അതില് നമുക്ക് ട്രൗസറും കിട്ടും ഷർട്ടും കിട്ടും. ഓക്കെ, അതിന്റെ 40%, ഈ കൊടുത്തതിന്റെ 40% എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്കൗണ്ട് ആണ്. ഈ ഒരു ട്രൗസറിന് എത്ര രൂപ ഉണ്ടായിരുന്നോ അതിന്റെ 40% ആണ് ഈ ഒരു എക്സ് ഓഫ് 40/100 എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല്. ആ ഡിസ്കൗണ്ട് കിട്ടിയോണ്ട് മാത്രമാണ് 320 രൂപയ്ക്കുള്ള ഒരു ഷർട്ടും കൂടെ മേടിക്കാൻ പറ്റിയത്. അപ്പൊ ഇത് 320 ഈക്വൽ ആവണ്ടേ? കാരണം എന്ന് വെച്ചാൽ എക്സ് റുപ്പീസ് കൊടുത്തു. ഈ എക്സ് റുപ്പീസില് ട്രൗസറും ഷർട്ടിനും കൂടെ ഉള്ളതാണ് എക്സ് റുപ്പീസ് കൊടുത്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഒരു എക്സ് റുപ്പീസിന്റെ 40% എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. ഈ ഒരു ട്രൗസറിന് കൊടുത്ത ഡിസ്കൗണ്ട് ആണ്. ആ ഒരു എമൗണ്ടും ഈ ഒരു 320 ഈക്വൽ ആയാൽ മാത്രമേ ഷർട്ട് മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇവിടെ പറയുന്നുണ്ട് 40% മാർക്ക്ഡ് പ്രൈസിനെ കാട്ടിയും ഡിസ്കൗണ്ട് കൊടുത്തോണ്ടാണ് ഈ പുള്ളിക്കാരന് ഈ ഒരു ഷർട്ടും കൂടെ മേടിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പം എക്സിന്റെ 40% എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷർട്ടും കൂടെ മേടിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് 320 ഈക്വൽ ടു 320 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 320 into 100/40. അപ്പൊ എക്സ് എന്താവും? എക്സ് 800 ആവും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എക്സ് 800 കിട്ടി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ട്രൗസറിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നെന്നാണ്. ട്രൗസറിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ 800 എന്ന് ഈ ഒരു ഷർട്ടിന്റെ കോസ്റ്റ് കുറച്ചാ പോരെ. ഓക്കെ, 800 മൈനസ് 320 എന്ന് പറഞ്ഞാൽ 480. ഓക്കെ, 480 രൂപ കൊടുത്താൽ മതി ഈ ഒരു എന്താ പറയാ ഈ ഒരു ട്രൗസറിന് എന്ന് പറഞ്ഞാല്. ഡൗട്ട് ഉണ്ടോ? 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് when a discount of 12% on the marked price of an article. ഓക്കെ, ഒരു ആർട്ടിക്കിളിന്റെ ഒരു മാർക്ക്ഡ് പ്രൈസ്, ആർട്ടിക്കിളിന്റെ ആ ഒരു മാർക്ക്ഡ് പ്രൈസില് 12% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴത്തേക്കും ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 264 രൂപയ്ക്ക് വിറ്റ് പോവുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ നമുക്ക് ആ ഒരു മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെറും 88% കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ 12% നമ്മൾ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ഓക്കെ, 12% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ 88% കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? എക്സ് ഓഫ് 88/100 ആയിരിക്കും ആ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ 88% മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഓഫ് 88% മാത്രം കൊടുത്താൽ മതി. അപ്പൊ അതെന്ന് പറയുന്നത് 264 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു 12% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴാണ് 264 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയത്. അപ്പൊ അതിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, 88x/100 ഷുഡ് ബി ഈക്വൽ ടു എത്രയാ? ഈ ഒരു 264. അവിടെ നിന്ന് നിങ്ങൾ എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ ആൻസർ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എ ഷോപ്പ് കീപ്പർ മാർക്സ് ഹിസ് ഗുഡ്സ് 30% above ഹിസ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെ കാട്ടിയും 30% കൂട്ടിയാണ് ആ ഒരു ഷോപ്പ് കീപ്പർ പ്രോഡക്റ്റിന്റെ വില ഇട്ടത്. ഓക്കെ, ബട്ട് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അത് വിൽക്കുന്ന സമയത്തിന് 10% ഡിസ്കൗണ്ട് ഇട്ട് വിറ്റു. ഓക്കെ, അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഗെയിൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഷോപ്പ് കീപ്പർ
30% കൂട്ടിയാണ് കോസ്റ്റ് പ്രൈസ്. അങ്ങേര് എത്ര രൂപയ്ക്കാണോ മേടിച്ചത് അതിന്റെ 30% കൂട്ടിയാണ് ഷോപ്പ് കീപ്പർ ആ ഒരു പ്രോഡക്റ്റിന്റെ മാർക്ക്ഡ് പ്രൈസ് ഇട്ടത്. അതിനുശേഷം 10% ഡിസ്കൗണ്ട് കൊടുത്താണ് വിറ്റത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഷോപ്പ് കീപ്പർ മാർക്സ് ഹിസ് ഗുഡ്സ് 30% എബോവ് ദി കോസ്റ്റ് പ്രൈസ് ബട്ട് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. 10% ഡിസ്കൗണ്ട് കൊടുത്തു അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അപ്പൊ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഡിസ്കൗണ്ട്, ഈ ഒരു സക്സസീവ് ഡിസ്കൗണ്ടും സക്സസീവ് ലോസ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് x+y മൈനസ് xy ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അങ്ങനെ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് കണ്ടുപിടിക്കാനുള്ള. അതായത് ഈ ഒരു പ്രോഫിറ്റും ഈ ഒരു ലോസും കൂടെ തന്നാലുള്ള ഒരു ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് x+y മൈനസ് xy ഡിവൈഡഡ് ബൈ 100 എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ 30% ഡിസ്കൗണ്ട് കൊടുത്തു. ആ ഒരു കോസ്റ്റ് പ്രൈസിന്റെ 30% ഡിസ്കൗണ്ട്, ഗുഡ്സിന് 30% ഡിസ്കൗണ്ട് കൊടുത്തു കോസ്റ്റ് പ്രൈസിന്റെ. ബട്ട് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% അറ്റ് ദ ടൈം ഓഫ് സെയിൽ. വിൽക്കുന്ന സമയത്തിന് 10% ഡിസ്കൗണ്ടും കൊടുത്തു. ഓക്കെ, ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30% കൂട്ടിയാണ് വിറ്റത്. സെയിം ടൈം തന്നെ 10% കുറച്ചു. അതായത് ഈ ഒരു വിൽക്കുന്ന സമയത്തിന് 10% കുറച്ചുമാണ് കൊടുത്തത്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഗെയിൻ പെർസെന്റേജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ഗെയിൻ പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പെർസെന്റേജ് ആണ്, വൈ എന്ന് പറയുന്ന സെക്കൻഡ് പറയുന്ന പെർസെന്റേജ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാർക്സ് ഇസ് 30% എബോവ് ദി കോസ്റ്റ് പ്രൈസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് വരാൻ വേണ്ടിയാണ്. അപ്പൊ അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് 30. ഓക്കെ, മൈനസ് വരില്ല, പ്ലസ് 30 വരും. അതുപോലെ തന്നെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ബട്ട് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഡിസ്കൗണ്ടും അലോ ചെയ്ത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവാണ്. കുറവെന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് സൈനാണ് ഇടേണ്ടത്. ഓക്കെ, -10. അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് എക്സ് വൈ ആണ്. എക്സും വൈ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 × 10 എന്ന് പറഞ്ഞാല് 300 ആണ്. 300 എന്ന് പറഞ്ഞാല് 30 × -10 ആണ്. ഓക്കെ, -10 എന്ന് പറയുമ്പോഴത്തേക്കും -300 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 30 - 10 - 300 ഡിവൈഡഡ് ബൈ 100. അതാണ് പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് ആണത്. ഇത് സക്സസീവ് ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ സക്സസീവ് ഇതിന്റെ ഇത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, 30 - 10 - 300 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 17 ആണ് ആൻസർ. ഇത് ഫോർമുലയാണ്. ഇത് ഫോർമുല പ്യുവർ ഫോർമുല ബേസ്ഡ് ആണ്. ആ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ ഇതാണ് 30% ആദ്യം കൂട്ടിയാണ് വിറ്റത്. ഓക്കെ, പിന്നെ കുറച്ചു 10%. അപ്പൊ അത് സക്സസീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. 17% ആണ് ആൻസർ. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എ റീറ്റെയിലർ ഗെറ്റ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 40%. 40% ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ, റീറ്റെയിലർ ഗെറ്റ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 40% ഓൺ ദ പ്രിന്റിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിൾ അടിച്ചിരിക്കുന്ന വിലയെ കാട്ടി 30% ഡിസ്കൗണ്ടിലാണ് ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു റീറ്റെയിലറിന് കിട്ടിയത്. ദ റീറ്റെയിലർ സെയിൽസ് ഇറ്റ് അറ്റ് ദ പ്രിന്റിംഗ് പ്രൈസ്. ഓക്കെ, 40% ഡിസ്കൗണ്ടിലാണ് ഈ ഒരു റീറ്റെയിലറിന് ആ ഒരു ആർട്ടിക്കിൾ കിട്ടിയത്. അതിൽ അടിച്ചിരിക്കുന്ന പ്രൈസിന്റെ 40% ഡിസ്കൗണ്ടിലാണ് ഈ പുള്ളിക്കാരന് ഈ ഒരു ആർട്ടിക്കിൾ കിട്ടിയത്. പക്ഷെ ഈ റീറ്റെയിലർ പിന്നെ അത് വിറ്റപ്പോഴത്തേക്കും സെയിം ആ ഒരു ആർട്ടിക്കിൾ എത്ര രൂപയാണോ അടിച്ചിരിക്കുന്നത് ആ സെയിം റേറ്റ് ആണ്
വിറ്റത്, എത്ര രൂപയ്ക്കാണോ ആ ഒരു ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്ന ആ സെയിം പ്രൈസിനാണ് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെയിൻ പെർസെന്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഒരു ആർട്ടിക്കിളിന്റെ ആർട്ടിക്കിളിന്റെ പ്രൈസ് നമ്മൾ 100 രൂപയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ 100 രൂപയാണ് ആ ഒരു ആർട്ടിക്കിളിന് എത്തിക്കുന്ന വില എന്നുണ്ടെങ്കിൽ ഈ ഒരു റീറ്റെയിലറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 40% ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ്. 40% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും ഈ ഒരു റീറ്റെയിലർ കൊടുക്കേണ്ടത്? വെറും 60%. ഈ ഒരു 100ന്റെ 60% മാത്രം ഈ ഒരു റീറ്റെയിലർ കൊടുത്താൽ മതി. അപ്പൊ 60/100 ഓഫ് 100 ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പൊ 100 കട്ടായി പോയി 60 രൂപ കൊടുത്താൽ മതി ഈ ഒരു ആർട്ടിക്കിളിന് ഈ ഒരു റീറ്റെയിലർ. അടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രിന്റിംഗ് പ്രൈസ് തന്നെയാണ് ഈ ഒരു റീറ്റെയിലർ വേറൊരാൾക്ക് വിറ്റത്. അപ്പം 100 രൂപയ്ക്കാണ് ഈ ഒരു റീറ്റെയിലർ വിറ്റത്. അപ്പൊ ഈ റീറ്റെയിലറിന് ഉണ്ടായ ലാഭം എത്ര രൂപയാണ്? 100 രൂപയ്ക്ക് വിറ്റു, 60 രൂപയ്ക്ക് മേടിച്ചു. ഓക്കെ, അപ്പൊ എത്ര രൂപ? 40 രൂപയുടെ ലാഭം ഉണ്ടായത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗെയിൻ പെർസെന്റേജ് ആണ്. ഗെയിൻ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗെയിൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 60 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 66 പോയിന്റ് സംതിങ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് ഈക്വൽ ആണ്. 66 2/3 ഈക്വൽ ആണ്. കാരണം 66 ഇൻറ്റു 3 + 2 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 66.66 സംതിങ് എന്താണ് വരുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? അടുത്ത് 33ാമത്തെ ക്വസ്റ്റ്യൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രമേശ് ബോട്ട് എ ഫാൻ. ഓക്കെ, രമേശ് ഒരു ഫാൻ കൊണ്ടുവന്നു. ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് പ്രൈസ് ഓൺ 25% ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, 25% ഡിസ്കൗണ്ടിൽ രമേശ് ഒരു ഫാൻ കൊണ്ടുവന്നു. ഓക്കെ, കടയിൽ നിന്ന് മേടിച്ചപ്പോൾ 25% ഡിസ്കൗണ്ട് കിട്ടി ആ ഒരു ഫാനിന്. ഹി ഗെറ്റ്സ് പ്രോഫിറ്റ് ഓഫ് 10% ബൈ സെല്ലിംഗ് ഇറ്റ് ഓൺ ₹660. 660 രൂപയ്ക്ക് വിറ്റപ്പോ രമേശ് മേടിച്ച 25% ഡിസ്കൗണ്ടിൽ മേടിച്ച ആ ഒരു ഫാന് വിറ്റപ്പോഴത്തേക്കും 10% ഡിസ്കൗണ്ട് കിട്ടി. ബൈ സെല്ലിംഗ് ഇറ്റ് ഓൺ 660 രൂപയ്ക്ക് വിറ്റപ്പോഴത്തേക്കും 10% പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, വാട്ട് വാസ് ദി പ്രൈസ് ഓഫ് ദ ഫാൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാനിന്റെ പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒറിജിനൽ പ്രൈസ് നമുക്ക് എത്ര രൂപയായിട്ട് എടുക്കാം? എക്സ് റുപ്പീസ് ആയിട്ട് എടുക്കാം. ഓക്കെ, എക്സ് റുപ്പീസ് ആണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രൈസിൽ നിന്ന് 25% നമുക്ക് കുറച്ചല്ലേ കിട്ടിയത്? ഈ ഒരു പ്രൈസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടിന്റെ, അതായത് എത്ര രൂപയ്ക്കാണോ മേടിച്ചത് അതിൽ നിന്ന് 25%, അതിന്റെ 25% കുറയ്ക്കുന്നതിലെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 25% ഓഫ് ദിസ്, അതായത് എത്ര രൂപയ്ക്കാണോ മേടിച്ച അതിന്റെ മൊത്തം വിലയിൽ നിന്ന് എത്ര രൂപയാണോ അതിൽ നിന്ന് 25% കുറയ്ക്കുന്നതായിരിക്കും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്ര രൂപ കിട്ടും? ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്? എക്സ് മൈനസ് 25x ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് 100. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 100x മൈനസ് 25x ഡിവൈഡഡ് ബൈ 100. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3x/4 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 660 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 3x/4 എന്തായാലും കൊടുക്കണം. ഓക്കെ, 3x/4 എത്ര രൂപയ്ക്കാണോ മേടിച്ചത്, അതായത് ഇതാണ് ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ആ പുള്ളിക്കാരൻ ആ ഒരു കടയിൽ നിന്ന് മേടിച്ച പ്രൈസ്. ഓക്കെ, 3x/4 അതിന്റെ കൂടെ ഈ ഒരു 10% പ്രോഫിറ്റിലാണ് വിറ്റത്. ഓക്കെ, അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു 660 ഈക്വൽ ആവുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. നേരത്തെ നമ്മൾ ആ ഒരു ട്രൗസറിന്റെയും ഷർട്ടിന്റെ എന്താണെന്ന് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തപ്പോൾ സെയിം മെത്തേഡാണിത്. ഇതും പ്ലസ് അതല്ല, അതോ വേറെ ഏതൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 3x ഡിവൈഡഡ് ബൈ 4 ഇതാണ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ കൂടെ, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ മേടിച്ചത് ആ പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് വിൽക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മേടിച്ച എത്ര രൂപയാണോ ആ പ്രൈസ് എന്തായാലും നമ്മൾ മേടിക്കും. പ്ലസ് 10% ഓഫ് ദിസ് പ്രൈസ്, 10% കൂട്ടിയാണ് വിറ്റത്, 10% പ്രോഫിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം 10/100 ഓഫ് ഈ 3x ഡിവൈഡഡ് ബൈ 4 അതും ലാഭം കിട്ടിയതാണ്. 10% ലാഭം കിട്ടിയ അത് വന്നിട്ട് 660 ഈക്വൽ ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടും? എക്സ് റുപ്പീസ് ആണ് ഒറിജിനൽ പ്രൈസ്. ഓക്കെ, അതില്
എത്ര രൂപയാണ്? ഈ ഒരു 25%, ഒറിജിനൽ പ്രൈസിൽ 25% ഡിസ്കൗണ്ട് കിട്ടിയാണ് മേടിച്ചത്. അപ്പൊ ഇത് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാല് ഈ രമേശ് പിന്നീട് ആ സാധനം വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ മിഡിൽ മാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെല്ലർ എന്ന് പറഞ്ഞാൽ രമേശാണ്. ഓക്കെ, ആ കടക്കാരനല്ല. രമേശ് ആരെയെന്ന് വാങ്ങിച്ചാണോ അവരല്ല അവിടുത്തെ സെല്ലർ എന്ന് പറയുന്നത്. രമേശ് അത് പിന്നീട് വിൽക്കുന്നതായതുകൊണ്ട് രമേശാണ് അവിടുത്തെ സെല്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രമേശിന്റെ കോസ്റ്റ് പ്രൈസ് ആയത്, രമേശിന് എത്ര രൂപയായെന്നുള്ളത്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഫാനിന് നമ്മൾ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു, അതിൽ നിന്ന് 25% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് രമേശിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിൽ നിന്ന് 25 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് ചെയ്യുമ്പോഴത്തേക്ക് രമേശിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും 3x/4. അതിന്റെ കൂടെ 10% ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം 10/100 ഓഫ് 3x/4 ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു 660 ഈക്വൽ ആവണം. അപ്പൊ എക്സ് എന്താ, ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 3x ഡിവൈഡഡ് ബൈ 4 ഓഫ് 10/100 ഓഫ് 3x/4. ഓക്കെ, അപ്പൊ ഈ 0 ക്യാൻസൽ ആയി പോകും. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 40. ഓക്കെ, അപ്പം ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 3x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 10 into 4 40 ആയി. ഓക്കെ, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 10 ചെയ്താൽ മാത്രമേ ഇവിടെ 40 ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? 30x ആവും. 30x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 40. അപ്പൊ ഡിനോമിനേറ്റർ 40 ആയി. അപ്പൊ 30x പ്ലസ് 3x എന്ന് പറഞ്ഞാല് 33x. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 660. അവിടെ നിന്ന് x ഈക്വൽ ടു 660 ഡിവൈഡഡ് ബൈ 33 ഇൻറ്റു 40. ഓക്കെ, അപ്പൊ ഈ 3 ക്യാൻസൽ ആയി പോയി, ഇവിടെ 2 ആവും. 20 ഇൻറ്റു 40. 20 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 800. ഓക്കെ 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 അപ്പം 34ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഷോപ്പ് കീപ്പർ സെൽസ് എ റേഡിയോ അറ്റ് 20% ഡിസ്കൗണ്ട് ഓൺ പ്രിന്റഡ് പ്രൈസ്. ഓക്കെ, പ്രിന്റഡ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ടിലാണ് ആ ഒരു ഷോപ്പ് കീപ്പർ വിറ്റത്. ഓക്കെ, ആൻഡ് ഗെറ്റ്സ് 15% പ്രോഫിറ്റ്. ആൻഡ് ഇവിടെ ഗെറ്റ്സ് ഉണ്ട് കേട്ടോ, 15% ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ, ആൻഡ് ഗെറ്റ്സ് 15% പ്രോഫിറ്റ്. 20% ഡിസ്കൗണ്ടിൽ ഒരു പ്രിന്റഡ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോഴത്തേക്കും 15% പ്രോഫിറ്റ് കിട്ടി. വാട്ട് ഇസ് ദ പ്രിന്റഡ് പ്രൈസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രിന്റഡ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫോർമുല അറിയാം, നമ്മൾ ഒരു റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. മാർക്ക്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജും ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജും. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് മാർക്ക്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ്. ഓക്കെ, ഈ ഒരു ഫോർമുല നമ്മൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ടോപ്പിക്, അതായത് നമ്മൾ ആ ഒരു ഇതിന്റെ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല കണ്ടിട്ടുണ്ടായിരിക്കും. മാർക്ക്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ സെൽസ് എ റേഡിയോ അറ്റ് 20% ഡിസ്കൗണ്ട് 15% പ്രോഫിറ്റിനും ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മാർക്ക്ഡ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താവും? 100 പ്ലസ് 15. ഓക്കെ, കാരണം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പം 115 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20%. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 80. ഓക്കെ, ഡിസ്കൗണ്ടിൽ കൊടുത്തു. അപ്പം 115 ഡിവൈഡഡ് ബൈ 80 ആയി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? 115 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാല് ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാല് 23 ഡിവൈഡഡ് ബൈ 16 ആണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 23ഉം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 23 എന്ന് പറയുന്ന മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ഫോർമുല വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രിന്റഡ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിന്റഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ?
പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് ഇവിടെ എന്തായിരിക്കും? ഈ ഒരു മാർക്ക്ഡ് പ്രൈസ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് മൈനസ് ബൈ 23/16 ആണ് കേട്ടോ. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 23 ആണ്. ഓക്കെ, 23. മാർക്ക്ഡ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഒന്നാണ്. മാർക്ക്ഡ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 100. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രിന്റഡ് പ്രൈസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാല് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഫോർമുല ബേസ് ആണ് ഇത്, മൊത്തം ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? എത്ര പെർസെന്റേജ് എന്നുള്ളത്? 43.75%. ഓക്കെ, 43.75% ആണ് ഈ ഒരു എന്താ പറയാ. ഓക്കെ, പ്രിന്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 43.75% മോർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബോവ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എ ഫ്രൂട്ട് മെർച്ചന്റ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 25%. ഓക്കെ, a fruit merchant makes a profit of 25% selling mangoes at a certain price. ഒരു certain പ്രൈസിൽ ഒരു ഫ്രൂട്ട് മെർച്ചന്റ് ഈ ഒരു 25% ഒരു മാംഗോസ് ഇത് മാങ്ങ വിറ്റിട്ട് ഒരു പർട്ടിക്കുലർ പ്രൈസിന് ഈ ഒരു മാങ്ങ വിറ്റിട്ട് 25% പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇഫ് ഈ ചാർജ് റുപ്പീസ് one more on each mango, ഓരോ മാങ്ങയ്ക്ക് 1 രൂപയും കൂടെ കൂട്ടി കഴിഞ്ഞാല് he would gain a 50%. ഓക്കെ, 25% ആദ്യം കിട്ടിയ പ്രോഫിറ്റ്. ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50% ആവും. എപ്പോഴാണ്? ഈ ഓരോ മാങ്ങയ്ക്ക് 1 രൂപയും കൂടെ വെച്ച് കൂട്ടി കഴിഞ്ഞാൽ. അറ്റ് ഫസ്റ്റ് ദ പ്രൈസ് ഓഫ് 1 മാംഗോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു മാംഗോന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം മാംഗോന്റെ വില എന്ന് പറഞ്ഞാൽ 1 rupees ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, എക്സ് ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ, എക്സ് rupees ആയിട്ട് ഒരു മാങ്ങയുടെ വില നമ്മൾ എടുത്തു. ഓക്കെ, ഫ്രൂട്ട് മെർച്ചന്റ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 25%. ഓക്കെ, മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 25%. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 25% പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? നമുക്കറിയാം, ഈ ഒരു എക്സ് rupees ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് 125 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് ആണ് ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഫ്രൂട്ട് മെർച്ചന്റ് 25% എന്താ പറയുക പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 125%-ത്തിനായിരിക്കും ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ 125 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ്, ഒരു മാങ്ങയുടെ വിലയാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 125 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 5x ഡിവൈഡഡ് ബൈ 4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1 രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറയുന്ന എമൗണ്ട് ഈ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ 1 രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 5x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാല് ലാഭം എന്ന് പറഞ്ഞാൽ 180 ആവും. അതെന്ന് പറഞ്ഞാൽ എത്രയാ? 150 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സിന്റെ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? -1 എന്ന് പ്ലസ് 1 ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പം ഇതെന്താവും? 5x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. അപ്പൊ 5x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4. അപ്പം ഇത് വന്നിട്ട് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ 100 ഓഫ് ഇതും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇത് 3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് വന്നിട്ട് 3/2x ആവും. ഓക്കെ, 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3x/2 ആവും. ഓക്കെ, അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാല് മാങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നു. അപ്പൊ ആ സമയത്തിന് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 25%
കൂടുതലാണ് കിട്ടിയത്. പ്രോഫിറ്റ് 25% ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 125 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ 5x ഡിവൈഡഡ് ബൈ 4 ആണ്. അടുത്തെന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് 1 രൂപ കൂട്ടി കഴിഞ്ഞാല് ഇതിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 15% ആവും. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3x ഡിവൈഡഡ് ബൈ 2 കിട്ടും. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം 3x ഡിവൈഡഡ് ബൈ 2 ആയി. ഓക്കെ, അപ്പൊ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടത്തില്ലേ? അതായത് എന്താ പറയാ, ഈ ഒരു ഹി വുഡ് ഗെയിൻ 15% അറ്റ് ഫസ്റ്റ് ദ പ്രൈസ് ഓഫ് 1 മാംഗോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഈ ഒരു എന്താ പറയാ, ഈ ഒരു 5x ഡിവൈഡഡ് ബൈ 4 നിന്ന് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ എക്സ് വരുന്ന എല്ലാം ഈക്വൽ ടുന്റെ ഒരു സൈഡിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് 5x ഡിവൈഡഡ് ബൈ 4 മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് -1 ഈക്വൽ ആവും. അവിടെ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ എത്രയാണ് ചെയ്തിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു, അതായിരിക്കും ഒരു മാങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ. ഒരു മാങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടേണ്ടത്. അതായത് 150% നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്. അതാണ് 150 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഫ്രൂട്ടിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാല്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് a shopkeeper in order to clear his old stock of TV set. TV സെറ്റിന്റെ ഓൾഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ ഒരു ഷോപ്പ് കീപ്പർ 12% ഡിസ്കൗണ്ട് കൊടുത്തു. ഒരു TV സെറ്റിന് 12% ഡിസ്കൗണ്ട് കൊടുത്തു. ഇഫ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് TV സെറ്റ് ഈസ് 6500. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ദ TV സെറ്റ് ഈസ് 6500, 6500 രൂപയാണ് ആ ഒരു ടിവിയുടെ മാർക്ക്ഡ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി TV സെറ്റ് ഈസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 6500-ൽ നിന്ന് ഈ ഒരു 12% നമ്മൾ കുറയ്ക്കുന്ന എമൗണ്ട് ആയിരിക്കും, ഈ ഒരു എമൗണ്ടിന്റെ 12% കുറയ്ക്കുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാല്. അതായത് 12 ഡിവൈഡഡ് ബൈ 100 ഓഫ് 6500. ഈ 0 ക്യാൻസൽ, ഇതും ക്യാൻസൽ. ഓക്കെ, അപ്പൊ 65 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 ഇൻറ്റു 12 എത്രയാണ്? 65 ഇൻറ്റു 12 780. ഓക്കെ, 6500 മൈനസ് 780 കുറയ്ക്കുമ്പോഴത്തേക്കുള്ള എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 5720 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ?